ഹലോ ഗൈസ്, വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മള് ഇന്ന് കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മൾ നല്ല സൂപ്പർ ആയിട്ട് പഠിച്ചു അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? ഓക്കെ, അപ്പൊ നമുക്ക് അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കി നോക്കാവേ. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. മെന്റലീസ് പീരിയോഡിക് ടേബിൾ അറ്റോമിക് മാസ് എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, മെന്റലീസ് പീരിയോഡിക് ടേബിൾ അറ്റോമിക് മാസ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ ആണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, അതിൽ തന്നെ നമുക്ക് പെട്ടെന്ന് കിട്ടും. അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു കാര്യം പഠിക്കണം. എന്താണ്? എന്താണ് മെന്റലി പീരിയോഡിക് ടേബിൾ എന്നും എന്താണ് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നും ഒരു ധാരണ നമുക്ക് വേണമല്ലേ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ആദ്യം അതൊന്ന് നോക്കാം. നോക്കിയ കുട്ടികളെ, എന്താണ് മെന്റലി പീരിയോഡിക് ടേബിൾ? നമ്മൾ പഠിച്ച സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. എന്താണ്? ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് മാസ്. ഇതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം കേട്ടാ. പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദ അറ്റോമിക് മാസ്, എലമെന്റ്സിന്റെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അതിന്റെ അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണ്. അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ് ആര് പറഞ്ഞേ? മെന്റലി പീരിയോഡിക് ടേബിൾ പറയുന്നേ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് നോക്കാം. ഓക്കെ, ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദെയർ അറ്റോമിക് നമ്പർ. എന്തിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാ പറയുന്നേ? അറ്റോമിക് നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞു മെന്റലി പീരിയോഡിക് ടേബിളും നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളും അറിയാവുന്ന ഒരു കുട്ടിക്ക് സുഖമായിട്ട് എന്ത് എഴുതാൻ പറ്റും? സുഖമായിട്ട് എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? മോഡേൺ പീരിയോഡിക് ടേബിൾ ഡാഷ് എന്ത് എഴുതാൻ പറ്റും ഇവിടെ നമുക്ക്? അറ്റോമിക് നമ്പർ എന്നെഴുതാം. അറ്റോമിക് നമ്പർ എന്നെഴുതാം. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മെന്റലി പീരിയോഡിക് ടേബിൾ അറ്റോമിക് മാസ് എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്താണ്? അറ്റോമിക് നമ്പർ. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് ഇതൊരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാവേ. ക്വസ്റ്റ്യൻ ഇതാണ്. മെറ്റലോയിഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. മെറ്റലോയിഡ്സ് ഏത് ഗ്രൂപ്പിലാണ്? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിലാണ് ആര് വരുന്നേ? മെറ്റലോയിഡ്സ് വരുന്നേ. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ആർ മെറ്റലോയിഡ്സ് എന്നാ ചോദിച്ചിരിക്കുന്നത്. എന്താണ് മെറ്റലോയിഡ്? അത്രേ ചോദിച്ചിട്ടുള്ളൂ. എന്താണ് മെറ്റലോയിഡ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലെ. നോക്കിയേ, എന്താണ് മെറ്റലോയിഡ്? സിംപ്ലി നമുക്ക് ഇങ്ങനെ പറയാം, മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന എലമെന്റ്സിനെ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റലോയിഡ് എന്ന് വിളിക്കാം. നമുക്കൊന്ന് വായിച്ചു നോക്കാം കേട്ടോ. Elements exhibiting the properties of both metal and non-metal are known as metalloids. മെറ്റൽസിന്റെയും നോൺ മെറ്റലിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്നവരെ നമുക്ക് എന്ത് വിളിക്കാം? മെറ്റലോയിഡ്സ് എന്ന് വിളിക്കാം. ക്ലിയർ അല്ലേ? മെറ്റലോയിഡ്സ് എന്ന് വിളിക്കാം. നെക്സ്റ്റ് ഇതാണ്, റൈറ്റ് ടു എക്സാമ്പിൾസ് ഫോർ മെറ്റലോയിഡ്. മെറ്റലോയിഡിന് എന്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്? രണ്ട് എക്സാമ്പിളും കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? രണ്ട് എക്സാമ്പിളും കൂടി ചോദിച്ചിട്ടുണ്ട്. നമുക്ക് പല എക്സാമ്പിൾ എഴുതാം. രണ്ട് എക്സാമ്പിൾ എന്തൊക്കെ എഴുതാം? സിലിക്കൺ എഴുതാം, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാ? നമ്മുടെ മെറ്റലോയിഡ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്. ക്ലിയർ അല്ലേ? ഇത്രയുള്ളൂ ചോദിച്ചിരിക്കുന്നത്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ എന്തുണ്ട്? മെറ്റലോയിഡ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് മെറ്റലോയിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയാം? മെറ്റൽസിന്റെയും നോൺ മെറ്റൽസിന്റെയും പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ആൾക്കാരാണ് ആര്? മെറ്റലോയിഡ്സ്. ഇനി രണ്ടാമത്തെ കാര്യം എന്താണ്? അതിന് രണ്ട് എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞു. സിലിക്കൺ, ജെർമേനിയം, ആഴ്സനിക്, ആന്റിമണി. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? മെറ്റലോയിഡ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. An atom of element X has 16 electrons. ഏതോ ഒരു എലമെന്റ് ആണ്. എക്സ് എന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏതോ ഒരു എലമെന്റ് ആണ് അല്ലെ. അപ്പൊ അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അതിന്റെ സിമ്പിൾ നോട്ട് റിയൽ എഴുതിയിരിക്കുന്ന ഏതോ ഒരു എലമെന്റ് ആണ്. അതിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? 16 അറ്റോമിക് നമ്പർ. അറ്റോമിക് നമ്പർ എത്രയാണ്? 16 അറ്റോമിക് നമ്പർ. അതിലെ ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. ഒരു എലമെന്റിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാനായിട്ട്
ആർക്കും ഒരു പ്രശ്നം ഉണ്ടാവില്ല അല്ലെ. കാരണം നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്നുള്ള ചാപ്റ്ററിലായാലും വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തൊരു കാര്യമാണ് എന്ത്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം. അപ്പൊ ഇതെല്ലാവർക്കും അറിയില്ലേ? അപ്പൊ നമുക്കൊന്ന് എഴുതി നോക്കാം. റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ക്വസ്റ്റ്യൻ ആൻസർ എന്താ വരിക? അറ്റോമിക് നമ്പർ എത്രയാണ്? ഒന്നുകൂടെ എഴുതാം. അറ്റോമിക് നമ്പർ ഇസ് ഈക്വൽ ടു 16 ആണ്. അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയായിരിക്കും? KLMN ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ. ഷെല്ലുകൾ ഇങ്ങനെയാ പോകുന്നത്. 16 ഇലക്ട്രോൺസ് അല്ലേ ഉള്ളേ. അപ്പൊ എന്ത് വരും? 2 ഇലക്ട്രോൺ ഇതിൽ പോയി, L ഷെല്ലിൽ 8 പോയി, ബാക്കി 10. 2 8 2 10 ബാക്കി എത്ര പേരുണ്ട്? 6 പേരും കൂടി ഉണ്ട്. അയാൾ എവിടേക്ക് പോയി? M ഷെല്ലിലേക്ക് പോയി. ഓക്കെ അല്ലേ? അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 2 8 6 2 8 6 എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒക്കെ എഴുതാൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്. എന്തൊക്കെയാ കണ്ടുപിടിക്കണ്ടേ? ഗ്രൂപ്പും കണ്ടുപിടിക്കണം, പീരീഡും കണ്ടുപിടിക്കണം അല്ലെ. ഗ്രൂപ്പും കണ്ടുപിടിക്കണം, പീരീഡും കണ്ടുപിടിക്കണം. എങ്ങനെയാണ് കുട്ടികളെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം? സിമ്പിൾ ആയിട്ട് നമ്മൾ പഠിച്ചതല്ലേ. എങ്ങനെയാ ഗ്രൂപ്പ് കണ്ടുപിടിക്കാം? മനസ്സിലേക്ക് വരുന്നുണ്ടോ എങ്ങനെയാ ഗ്രൂപ്പ് കണ്ടുപിടിക്കാന്ന്? ഇത്രേ ഉള്ളൂ. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയാണെന്ന് നോക്കാം. ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ എത്രയാണെന്ന് നോക്കാം. സിമ്പിൾ ആയിട്ട് ഇത്ര ആലോചിച്ചാൽ മതി. ഔട്ടർ മോസ്റ്റ് ഷെല്ലില് 1 2 ആണ് വരണമെങ്കിൽ 1 ആണ് വരുന്നതെങ്കിൽ ഒന്നാമത്തെ ഗ്രൂപ്പ്, 2 ആണ് വരുന്നതെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. ബാക്കി നമ്പേഴ്സ് വന്നു കഴിഞ്ഞാൽ 3 4 5 എക്സെട്ര അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് എഴുതാം? ആ നമ്പറിന്റെ കൂടെ ഒരു 10 കൂടി ആഡ് ചെയ്ത് എഴുതാം. ആ നമ്പറിന്റെ കൂടെ ഒരു 10 ആഡ് ചെയ്ത് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് വരും? ഗ്രൂപ്പ് നമ്പർ. അപ്പൊ നമുക്ക് ഗ്രൂപ്പ് നമ്പർ എന്താ വരിക? ഗ്രൂപ്പ് നമ്പർ is equal to അല്ലെ, ഗ്രൂപ്പ് is equal to എന്ത് വരും? 6ന്റെ കൂടെ ഒരു 10 കൂടി ആഡ് ചെയ്യാ. ആൻസർ എത്ര കിട്ടും? 16. എത്ര കിട്ടും? 16. ഇനി അടുത്തത് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്? എളുപ്പമാണ് ഗ്രൂപ്പ് കണ്ടുപിടിക്കാൻ അല്ലെ. ഇനി കണ്ടുപിടിക്കാൻ പറഞ്ഞ പീരീഡ്. പീരീഡ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് കണ്ടുപിടിക്കുന്നതിനേക്കാളും എളുപ്പമാണ് പീരീഡ് കണ്ടുപിടിക്കാൻ അല്ലെ. നമ്മൾ എന്താ ഇവിടെ തന്നെ ആൻസർ കിടപ്പുണ്ട്. ഓക്കെ, പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പീരീഡ് എന്ന് കേട്ടാൽ എത്ര ഷെൽ ഉണ്ട് നോക്കണം. പീരീഡ് എന്ന് കേട്ട് കഴിഞ്ഞാല് എത്ര ഷെൽ ഉണ്ട്, നമ്പർ ഓഫ് ഷെൽ നിങ്ങൾ നോക്കാം. ഓക്കെ, ഇവിടെ നോക്കിയേ എത്ര ഷെൽ ഉണ്ട്? K 1, L 2, M 3. അപ്പൊ എത്ര ഷെല്ല് വന്നിട്ടുണ്ട്? 3 ഷെല്ല് വന്നിട്ടുണ്ട്. സോ പീരീഡ് is equal to എത്രയാണ്? പീരീഡ് is equal to എത്രയാ? 3. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും പഠിച്ചു, പീരീഡ് കണ്ടുപിടിക്കാനും പഠിച്ചു. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം അല്ലെ. അപ്പൊ ഒരു എലമെന്റ് തന്നു, അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പഠിച്ചു, അതിന്റെ ഗ്രൂപ്പ് കണ്ടുപിടിക്കാനും പഠിച്ചു, പീരീഡ് കണ്ടുപിടിക്കാനും പഠിച്ചു. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം കേട്ടോ. ഓക്കെ, ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ശ്രദ്ധിച്ചോളൂ. സെലക്ട് ദ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന് സ്യൂട്ടബിൾ ആവാത്ത സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കണം, നോട്ട് സ്യൂട്ടബിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്യൂട്ടബിൾ ആവാത്തത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒരു 1 2 3 4 5 6 ഓപ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് ഈ ഒരു മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന് സ്യൂട്ടബിൾ ആവാത്ത പ്രസ്താവന നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ. ഒന്നാമത്തെ ഒന്ന് നോക്കിയേ കുട്ടികളെ. ഒന്നാമത്തെ നോക്കിയേ. ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ പീരീഡ്. പീരീഡിൽ ഒരു പീരീഡില് സിമിലാരിറ്റി കാണിക്കും. പീരീഡ് എങ്ങനെയാണ് കുട്ടികളായിരുന്നത്? പീരീഡ് എന്താണ് പീരീഡ്? പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഹൊറിസോണ്ടൽ റോസ് ആണ് പീരീഡ്. ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? വെർട്ടിക്കൽ കോളംസ് ആണ് എന്ത്? ഗ്രൂപ്പ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ പീരീഡ്. പീരീഡിൽ എന്ത് കാണിക്കും? പീരീഡിൽ എന്ത് കാണിക്കും? സിമിലാരിറ്റി കാണിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആരാണെന്നൊന്ന് നോക്കിയേ. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ് അല്ലെ. മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് പീരീഡിൽ സിമിലാരിറ്റി കാണിക്കുവോ? ഇല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇതെന്ത് ചെയ്യില്ല? സിമിലാരിറ്റി കാണിക്കൂല. അപ്പൊ ഇത് ഒന്നാമത്തെ കാര്യം കിട്ടി. ഈ ഒരു കാര്യം എന്തിന് സ്യൂട്ടബിൾ അല്ല? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന് സ്യൂട്ടബിൾ അല്ല. ഒരു പോയിന്റ് നമുക്ക് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. They include metal, non-metal and metalloid.
ഇതിൽ എന്തൊക്കെയുണ്ടെന്നാ പറഞ്ഞിരിക്കണേ? മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് പറഞ്ഞാൽ ആരൊക്കെയാണ്? 1, 2, 13 മുതൽ 18 വരെയുള്ള ആൾക്കാരാണ് എന്തിൽ വരിക? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിൽ വരിക. അപ്പൊ അവരിൽ ആരൊക്കെയുണ്ട്? മെറ്റൽ ഉണ്ട്, നോൺ മെറ്റൽ ഉണ്ട്, മെറ്റലോയിഡ്സ് ഉണ്ട്. അപ്പൊ അതെന്താണ്? കറക്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ ആണ് അല്ലെ? അപ്പൊ നമുക്ക് അതവിടെ ഓക്കെ, കറക്റ്റ് ആണ്, ഇത് കറക്റ്റ് ആണെന്ന് കിട്ടി. അടുത്തതിലേക്ക് പോവാം. സി നോക്കിയേ. They represent elements belonging to different physical state. അതിലെ എലമെന്റ്സ് എന്താണ്? ഡിഫറെന്റ് ഫിസിക്കൽ സ്റ്റേറ്റിലുള്ളവരാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ ഈ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കണേ? മനസ്സിലായായിരുന്നോ? എന്താണ് ഈ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കണേ? ഒന്നുമില്ല, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്. ഇതിൽ മൂന്നിലുള്ള ആൾക്കാർ എവിടെയുണ്ട്? നമ്മുടെ മെയിൻ ഗ്രൂപ്പ് എലമെന്റിൽ ഉണ്ടെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ? അപ്പൊ ഇത് സ്യൂട്ടബിൾ ആണോ അല്ലയോ? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന് സ്യൂട്ടബിൾ ആണോ അല്ലയോ? സ്യൂട്ടബിൾ ആണ്. അപ്പൊ നമ്മൾ അതിനെ അങ്ങോട്ട് നിർത്തിയേക്കാം, അത് നമുക്ക് വേണ്ട. ഓക്കെ, അടുത്തതിലേക്ക് നോക്കാം. ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്. നോക്കണേ, എന്തിൽ സിമിലാരിറ്റി കാണിക്കുന്നു എന്ന് പറഞ്ഞിരിക്കണേ? ഗ്രൂപ്പില്. ഇങ്ങനെ വരുന്ന ഗ്രൂപ്പില് സിമിലാരിറ്റി കാണിക്കും. ശരിയാണോ? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് എന്ത് കാണിക്കും? ഗ്രൂപ്പില് സിമിലാരിറ്റി കാണിക്കും, പക്ഷെ പീരീഡില് സിമിലാരിറ്റി കാണിക്കൂല. അപ്പൊ ഇതെന്താണ്? കറക്റ്റ് ഉത്തരാണ് അല്ലെ? ഇതും കറക്റ്റ് ഉത്തരാണെന്ന് കിട്ടി. ഓക്കെ ആണ്. ഇനി അടുത്തത് നമുക്ക് നോക്കാം. എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 3 to 12 ആർ ഇൻക്ലൂഡഡ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകാരാണ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കറക്റ്റ് ആണോ? അത് കറക്റ്റ് ആണോ? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കിയേ, എന്റെ കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. 1, 2, പിന്നെ ഏതാണ്? 13 മുതൽ 18 വരെയുള്ള ആൾക്കാരാണ് അല്ലെ? അപ്പൊ അവരെന്തി പെടൂല? ഈ 3 മുതൽ 12 എന്ന് പറയുന്നത് ശരിയാണോ? ശരിയാണോ? അല്ല, അവർ തെറ്റാണ് അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇതിൽ എന്തിൽ പെടുത്താം? നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ് ആണ്, അത് പറ്റൂല എന്ന് മനസ്സിലായി. ഓക്കെ, ലാസ്റ്റ് വൺ നോക്കാം. ലാന്തനോഡ്സ് ആൻഡ് ആക്ടിനോഡ്സ് ആർ ഇൻക്ലൂഡഡ്. ലാന്തനോഡ്സും ആക്ടിനോഡ്സും ഇൻക്ലൂഡഡ് ആണ് എന്തില്? മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ശരിയാണോ? ശരിയാണോ? ലാന്തനോഡ്സ്, ആക്ടിനോഡ്സ് നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെ കിടക്കുന്നവരാണ് അല്ലെ? അപ്പൊ അത് ശരിയാണോ? അല്ല, അപ്പൊ ഇതും ശരിയല്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കാണ്. നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ഏതൊക്കെയാണ് സ്യൂട്ടബിൾ അല്ലാത്തത്? ഏതൊക്കെയാണെന്ന് നോക്കിയേ. ഷോ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഇൻ പീരീഡ്. പിന്നെന്താ വരുന്നേ? എലമെന്റ്സ് ഓഫ് ഗ്രൂപ്പ് 3 to 12 ആർ ഇൻക്ലൂഡഡ്. ആൻഡ് തേർഡ് വൺ എന്താണ്? ലാന്തനോഡ്സ് ആൻഡ് ആക്ടിനോഡ്സ് ആർ ഇൻക്ലൂഡഡ്. ഇത്രയുമാണ് എന്ത് വരുന്നേ? നോട്ട് സ്യൂട്ടബിൾ ഫോർ മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്. ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ശ്രദ്ധിച്ചു കേട്ടോ. As the atomic number changes, the size of the atom also change. അറ്റോമിക് നമ്പർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആറ്റത്തിന്റെ സൈസും എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. Which are the factors affecting the size of an atom? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപടി കിടക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? Which are the factors affecting the size of the atom? ആറ്റത്തിന്റെ സൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ സൈസ് എഫക്ട് ചെയ്യുന്ന എന്തൊക്കെയാണ് നോക്കിയേ. ആൻസർ ഇവിടെ തന്നെ ഉണ്ട്. എന്തൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജ് ആൻഡ് നമ്പർ ഓഫ് ഷെൽ. എന്തൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്? ന്യൂക്ലിയർ ചാർജും അതുപോലെ നമ്പർ ഓഫ് ഷെല്ലുമാണ് എന്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? നമ്മുടെ ആറ്റത്തിന്റെ സൈസിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൗ ഡസ് ദ സൈസ് ഓഫ് ആറ്റം വേരി ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്? നമ്മൾ പഠിച്ചതല്ലേ അല്ലെ? എന്താണ്? ഗ്രൂപ്പിലും പീരീഡിലും ആ ആറ്റത്തിന്റെ സൈസിന് എന്താ പ്രശ്നം വരാം? എന്ത് മാറ്റമാണ് ഉണ്ടാവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എന്ത് മാറ്റമാണ് പീരീഡിലും ഗ്രൂപ്പിലും ഉണ്ടാകുന്നേ? ഓക്കെ അല്ലേ? അപ്പൊ നോക്കിയേ, ആദ്യം നമുക്ക് പീരീഡ് പറയാം അല്ലെ? പീരീഡ് ലെഫ്റ്റ് ടു റൈറ്റ് പോകും തോറും എന്ത് സംഭവിക്കും? ആറ്റത്തിന്റെ സൈസ് കൂടോ കുറയോ? എന്ത് തോന്നണു? ആറ്റത്തിന്റെ സൈസ് കൂടോ കുറയോ? പീരീഡില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും കുട്ടികളെ? കുറയും. എന്ത് ചെയ്യും? കുറയും. ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും? കുറയും. ഓക്കെ, എന്തുകൊണ്ടാ കുറയാൻ കാരണം? നമ്മൾ പഠിച്ചു ന്യൂക്ലിയർ ചാർജ് കൂടിക്കൊണ്ടിരിക്കും. ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോ ആ
പുറത്തുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും? ഈ ന്യൂക്ലിയർ ചാർജ് അല്ലെ, ന്യൂക്ലിയസ് എന്ത് ചെയ്യാൻ തുടങ്ങും? അട്രാക്ട് ചെയ്ത് വലിച്ചു പിടിക്കാൻ തുടങ്ങും അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? പീരീഡില് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകും തോറും ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യും കുട്ടികളെ? കുറഞ്ഞു വരും. ഓക്കെ അല്ലേ? അപ്പൊ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ ന്യൂക്ലിയർ ചാർജ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. അതാണ് അവിടുത്തെ കാരണം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം. പീരീഡ് കഴിഞ്ഞു, ഇനി ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ എങ്ങനെയാ പോവാ? ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്കാണ് വരാ അല്ലെ, മുകളിൽ നിന്ന് താഴേക്കാണ് വരാ അല്ലെ. അപ്പൊ മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും എന്താ സംഭവിക്കാം? കൂടുമോ കുറയുമോ? എന്ത് കൂടുമോ? ആറ്റത്തിന്റെ സൈസ് കൂടുമോ അതോ കുറയുമോ? ആറ്റത്തിന്റെ സൈസ് എന്ത് ചെയ്യുന്ന അറിയാവോ? കൂടും. എന്ത് ചെയ്യും? കൂടും. കാരണം എന്താണെന്ന് അറിയാവോ? ആറ്റത്തിന്റെ സൈസ് കൂടും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുകളിൽ നിന്ന് താഴേക്ക് വരും തോറും ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. ഷെല്ലുകളുടെ എണ്ണം എന്ത് ചെയ്യും? കൂടും. നമ്പർ ഓഫ് ഷെല്ല് കൂടിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും നോക്കാനുണ്ട്? എന്തായാലും എന്ത് കൂടും? ആറ്റത്തിന്റെ സൈസ് ഇങ്ങനെ കൂടാൻ തുടങ്ങും. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം. മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ്. ഗ്രൂപ്പിൽ എന്താ സംഭവിക്കുക? ദ സൈസ് ഓഫ് ദി ആറ്റം ഇൻക്രീസസ്, കൂടുന്നു. ദ സൈസ് ഓഫ് ദി ആറ്റം ഡിക്രീസസ്. ഡിക്രീസ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അലോങ് എ പീരീഡ്. പീരീഡിൽ എന്ത് ചെയ്യുന്നു? കുറയുന്നു. ആൻഡ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു? കൂടുന്നു. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാലോ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കുട്ടികളെ. സെലക്ട് ദ സ്യൂട്ടബിൾ നെയിംസ് ഓഫ് ഫാമിലി ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദി സ്റ്റേറ്റ്മെന്റ്സ് ഗിവൺ ബിലോ. നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റുകൾ തന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഓപ്ഷനുകളും ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ആ ബ്രാക്കറ്റിൽ ഇരിക്കുന്ന ഓരോ കാര്യത്തെയും നമ്മൾ എന്ത് ചെയ്യണം? സ്യൂട്ടബിൾ ആയിട്ട് ഇവർക്ക് കൊടുക്കണം. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഒന്നാമത്തെ ഒന്ന് നോക്കിയാലോ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ഇൻ ദ പെനൾട്ടിമേറ്റ് ഷെൽ. എന്താ ചോദിച്ചിരിക്കണേ? ലാസ്റ്റ് ഇലക്ട്രോൺ എവിടേക്ക് പോയാന്നറിയണേ? പെനൾട്ടിമേറ്റ് ഷെല്ലിൽ പോയാന്നറിയണേ. ഒരു പുതിയ വാക്കാണ് അല്ലെ, പെനൾട്ടിമേറ്റ് ഷെൽ. എന്താണ് ഈ പെനൾട്ടിമേറ്റ് ഷെൽ? എന്താണ് ഈ പെനൾട്ടിമേറ്റ് ഷെൽ എന്നറിയോ? പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറഞ്ഞാല് ഇവിടെ നോക്കിയ ഒരു എക്സാമ്പിൾ ടീച്ചർ പറയാം. 2, 8, 3 ഇങ്ങനെയാണെന്ന് വിചാരിക്കാം കേട്ടാ. ഇതാണ് ലാസ്റ്റ് ഷെല്ല്. ഇതിന് തൊട്ട് മുന്നുള്ള ഷെല്ലാണ് ഇത് അല്ലെ. ഇതിനെയാണ് എന്ത് പറയാ? പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയാ. അപ്പൊ ലാസ്റ്റ് ഷെല്ലിന് തൊട്ട് മുന്നുള്ള ഷെല്ലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പെനൾട്ടിമേറ്റ് ഷെൽ എന്ന് പറയാം. അപ്പൊ ലാസ്റ്റ് ഇലക്ട്രോൺ പോയി നിറയണത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഏതാണ് ഇതിൽ വരിക? നമുക്ക് ബ്രാക്കറ്റിൽ ഒരു 4 ആൾക്കാർ തന്നിട്ടില്ലേ? ആരൊക്കെയാണ്? ട്രാൻസിഷൻ എലമെന്റ്സ്, ആക്ടിനോയിഡ്സ്, നോബിൾ ഗ്യാസസ്, ആൽക്കലി മെറ്റൽ. പെനൾട്ടിമേറ്റ് ഷെല്ലിൽ ലാസ്റ്റ് ഇലക്ട്രോൺ പോയിട്ട് നിറയണത് ഏതാ ഇതില്? ട്രാൻസിഷൻ എലമെന്റ്സ്. ഏതാണ്? ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഓക്കെ അല്ലേ? ട്രാൻസിഷൻ എലമെന്റ്സ് ആണ് കേട്ടാ. ലാസ്റ്റ് പെനൾട്ടിമേറ്റ് ഷെല്ലിൽ പോയിട്ട് നിറയുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ് ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ നമുക്ക് ക്ലിയർ ആയി. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, യൂഷ്വലി ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ആൾക്കാരായിരിക്കാം. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ആൾക്കാരായിരിക്കാം. ആരൊക്കെയാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാതിരിക്കുക? നമ്മൾ പഠിച്ചു അല്ലെ, നോബിൾ ഗ്യാസ്. എന്താണ് കാരണം? അവരെന്താ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്തേ? കാരണം എന്താ? ഓൾറെഡി അവരുടെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ എന്തുണ്ട്? 8 ഇലക്ട്രോൺ ഉണ്ട്. അവർ ഓൾറെഡി സ്റ്റേബിൾ ആണ്. അവർക്ക് ഇനി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? കെമിക്കൽ റിയാക്ഷനിൽ പോയിട്ട് പങ്കെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമ്മൾ അവരെ എന്ത് വിളിച്ചു? നോബിൾ ഗ്യാസ് എന്ന് വിളിച്ചു അല്ലെ. അപ്പോ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാത്ത ആൾക്കാർ ആരാണ്? നോബിൾ ഗ്യാസ് അല്ലെ. ബി ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? നോബിൾ ഗ്യാസ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ അല്ലെ. ദേ ആർ ഗ്രൂപ്പ് 1 എലമെന്റ്സ്. ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സിനെ നമ്മൾ എന്താ വിളിക്കുക? നമുക്കറിയാം അല്ലെ, നമ്മൾ ഓരോ ഫാമിലീസ് പഠിച്ചിട്ടില്ലേ? ഒന്നാമത്തെ ഗ്രൂപ്പ് എന്താ വിളിക്കുക? ആൽക്കലി മെറ്റൽ. ഒന്നാമത്തെ ഗ്രൂപ്പിന് എന്താ വിളിക്കുക? ആൽക്കലി മെറ്റൽ എന്ന് വിളിക്കും. ബാക്കി എല്ലാ ഗ്രൂപ്പും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് അല്ലെ. ഒന്നാമത്തെ ഗ്രൂപ്പിന് എന്ത് വിളിക്കും? ആൽക്കലി മെറ്റൽ എന്ന് വിളിക്കും. രണ്ടാമത്തെ ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽ എന്ന് വിളിക്കും. അങ്ങനെ പോകും. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഒന്നാമത്തെ ഗ്രൂപ്പ് ആരാണെന്നല്ലേ? ആരാണപ്പോ? ആൽക്കലി മെറ്റൽ. അപ്പൊ സീഡ് ആൻസർ എന്ത് കിട്ടി? ആൽക്കലി മെറ്റൽ എന്ന് കിട്ടി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അറേഞ്ച്ഡ് അറ്റ് ദി ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെ കിടക്കുന്ന ആളാരാ? ഏറ്റവും താഴെ കിടക്കുന്ന ആളാരാ? ആരാണിതില്? ഇനിയിപ്പോ ഒരാളല്ലേ ഉള്ളൂ അല്ലേ? ഇനിയിപ്പോ ഒരാളേ ഉള്ളൂ. ആരാണത്? നമ്മുടെ ആക്ടിനോയിഡ് ആണ് അല്ലെ. ഡിയുടെ ആൻസർ എന്താണ്?
ആക്ടിനോഡ്. ക്ലിയർ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. നമുക്ക് ബ്രാക്കറ്റിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ആയിട്ടുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ലാസ്റ്റ് ഇലക്ട്രോൺ പോയി നിറയുന്നത് പെനൾട്ടിമേറ്റ് ഷെല്ലിലാണ്. അതാരാണ്? ട്രാൻസിഷൻ എലമെന്റ് ആണ്. ഇനി യൂഷ്വലി ഡു നോട്ട് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷൻ എന്ത് ചെയ്യില്ല? പങ്കെടുക്കില്ല. അതാരാണ്? നോബിൾ ഗ്യാസ് ആണ്. They are group 1 elements. ഒന്നാമത്തെ ഗ്രൂപ്പ് എലമെന്റ്സ് ആണ്. അതാരാണ്? ആൽക്കലി മെറ്റൽ ആണ്. അറേഞ്ച് അറ്റ് ദി ബോട്ടം ഓഫ് ദി പീരിയോഡിക് ടേബിൾ അല്ലെ? പീരിയോഡിക് ടേബിളിന്റെ ഏറ്റവും താഴെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആരാണ്? ആരാണ്? ആക്ടിനോഡ് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ ആ ഒരു ക്വസ്റ്റ്യൻ? ഓക്കെ, നമുക്ക് ഇതിന്റെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിച്ചിരുന്നോളൂ. കുറച്ചൊന്ന് സിമ്പിൾ ആണ്, നമുക്ക് കിട്ടും. എന്നാലും ഒന്ന് നോക്കിക്കോളൂ ട്ടോ. The electron configuration of element X is 2881. ഏതോ ഒരു എലമെന്റ് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 2 8 8 1 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ അറ്റോമിക് നമ്പർ ഓഫ് എക്സ്. എന്താ കണ്ടുപിടിക്കണ്ടേ? നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? അതിന്റെ ആ ഒരു എക്സ് എന്ന് പറയുന്ന എലമെന്റിന്റെ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇവിടെ കിടക്കുമ്പോ അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ചെയ്താ മതി? അറ്റോമിക് നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാ? 2 + 8 + 8 + 1 എത്ര കിട്ടും? 8 കിട്ടും. 16 16ഉം 2ഉം 18ഉം 1ഉം 19. ആൻസർ എത്രയാ? 19. ഓക്കെ, അപ്പൊ എത്രയാണ്? 19 കിട്ടും അല്ലെ? ഓക്കെ അല്ലേ? 19 കിട്ടും. അറ്റോമിക് നമ്പർ കിട്ടി 19. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ടു വിച്ച് ഗ്രൂപ്പ് ഡസ് ഇറ്റ് ബിലോങ്? ഇത് ഏത് ഗ്രൂപ്പിലാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നില്ലേ? അപ്പൊ ഒന്ന് നോക്കിയേ. ആദ്യം എവിടേക്ക് നോക്കിയാൽ മതി? ഓൺലി ഒരാളെ നോക്കിയാൽ മതി. ആരാണെന്നറിയോ? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അയാളെ മാത്രം നോക്കിയാൽ മതി. 2 8 8 1. അങ്ങനെയാണെങ്കിൽ പറയേ ഗ്രൂപ്പ് എത്രയായിരിക്കും? ലാസ്റ്റില് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. അപ്പൊ എത്രാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും? ഒന്നാമത്തെ ഗ്രൂപ്പ്. എത്രാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും? ഒന്നാമത്തെ ഗ്രൂപ്പ് ആയിരിക്കും. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ഇറ്റ്സ് പീരിയഡ് നമ്പർ? സിമ്പിൾ അല്ലെ? എന്താണ് പീരിയഡ് നമ്പർ? നോക്കൂ, വീണ്ടും എവിടേക്ക് നോക്കാം? ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് നോക്കാം. എത്ര ഷെല്ല് ഉണ്ടെന്ന് എണ്ണി നോക്കാം. 1 കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്, എൻ ഷെല്ല്. അപ്പൊ എത്ര ഷെല്ലായി? കെ 1, എൽ 2, എം 3, എൻ 4. എത്ര ഷെല്ലായി? 4 ഷെല്ലായി. സോ ആൻസർ ഈസ് 4. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ടു വിച്ച് ഫാമിലി ഡസ് ഇറ്റ് ബിലോങ്? ഇത് ഏത് ഫാമിലിയിലാണ് വരണേന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കാം, എത്രാമത്തെ ഗ്രൂപ്പാ ഇത്? എത്രാമത്തെ ഗ്രൂപ്പാണിത്? ഒന്നാമത്തെ ഗ്രൂപ്പ് അല്ലേ? ഇത് എത്രാമത്തെ ഗ്രൂപ്പാ? ഒന്നാമത്തെ ഗ്രൂപ്പാണ്. സോ ഇത് ഏത് ഫാമിലിയിലായിരിക്കും? ഒന്നാമത്തെ ഫാമിലി. ഒന്നാമത്തെ ഫാമിലി എന്ന് പറഞ്ഞ ആരാ? ആൽക്കലി മെറ്റൽസ്. ആരാണ്? ആൽക്കലി മെറ്റൽസ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. Write the electron configuration of the noble gas which comes just before X. അതെന്താണ്? അതൊരു ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ് അല്ലെ? എന്താ ചോദിച്ചിരിക്കണേ? ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതണം. ഈ എക്സിന് തൊട്ട് മുന്നുള്ള നോബൽ ഗ്യാസിന്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് എഴുതണ്ടേ. അപ്പോ ഈ എക്സ് എന്ന് പറയുന്ന ആൾ ആരാണെന്ന് നമുക്ക് പിടികിട്ടണ്ടേ? എക്സ് എന്ന് പറയുന്ന ആൾ ആരാണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം അറ്റോമിക് നമ്പർ എത്രയാണ്? 19 ആണ് അല്ലെ? അറ്റോമിക് നമ്പർ എത്രയാ? 19 ആണ്. 19 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ആളാരാ? 19 അറ്റോമിക് നമ്പർ ആയിട്ടുള്ള ആളാരാ? പഠിച്ചിട്ടില്ലേ? കെ, പൊട്ടാസ്യം അല്ലെ? കെ ആണ് 19 ആയിട്ടുള്ള ആള്. അങ്ങനെയാണെങ്കിൽ തൊട്ട് മുന്നുള്ള ആളെന്ന് പറയുമ്പോൾ ആരായിരിക്കും? കെക്ക് തൊട്ട് മുന്നുള്ള ആളെന്ന് പറയുമ്പോൾ ആരായിരിക്കും? 19 ആണ് ഇവിടെ ഓൾറെഡി തന്നിരിക്കണേ. അതിന് തൊട്ട് മുന്നെന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 19ന് തൊട്ട് മുന്നേ ആരാ? 18 അല്ലെ? 18 ആയിട്ടുള്ള ആൾ ആരാണ് അറിയോ? 19 കെ ആണ്, 18 എ ആർ. ആരാണ്? ആർഗൺ ആണ്. ആരാണ്? ആർഗൺ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ ചോദിച്ചിരിക്കണേ? അപ്പൊ എങ്ങനെ എഴുതും? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതും? ആദ്യം കെ എൽ എം ഇങ്ങനെ പോകും അല്ലെ? അപ്പൊ ആദ്യത്തെ കെ ഷെല്ലിൽ 2 ഇലക്ട്രോൺ പോയി. എൽ ഷെല്ലിലോ 8 ഇലക്ട്രോൺ പോയി. ബാക്കി എത്ര ഉണ്ട്? ഇനി 8ഉം 2ഉം 10 കഴിഞ്ഞു. ഇനി 18ൽ എത്ര ഉണ്ട്? 8 കൂടി ഉണ്ട് അല്ലെ? അത് എവിടേക്ക് പോകും? എം ഷെല്ലിലേക്ക് പോയി. അപ്പൊ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്ത് കിട്ടി? 2 8 8.
അപ്പൊ ഇത്രയുമാണ് പീരിയോഡിക് ടേബിൾ എന്നുള്ള ചാപ്റ്ററിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും കഴിഞ്ഞ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നന്നായിട്ട് പഠിക്കാം, എല്ലാ ഭാഗവും നന്നായിട്ട് പഠിക്കണം, എന്നാൽ ഇതിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കണം. പീരിയോഡിക് ടേബിൾ എളുപ്പമുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ? അപ്പൊ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്